ഹായ് കൂട്ടുകാരെ, ഇച്ചായന്റെ ചിപ്പൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ നല്ല രുചികരമായിട്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ട മസാല ആദ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ തീ കത്തിക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി നിൽക്കുന്ന സമയത്ത് അതിലേക്ക് ചെറിയ ചെറിയ ഇഞ്ചി കഷ്ണങ്ങൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വിരലിൻ്റെ അത്രം പോകുന്ന ഇഞ്ചി കഷ്ണമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് പച്ചമുളക് 4 സ്ലൈസ് ചെയ്തതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഒരു തക്കാളി ഞാൻ നീളത്തിലാണ് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇടുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് സബോള 2 ഞാൻ നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്തത്. അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കറിവേപ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. 2 തണ്ടിൻ്റെ കറിവേപ്പിലയാണ് ഞാൻ ഉരിഞ്ഞ് ഇതിലേക്ക് ഇടുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും, അത് കഴിഞ്ഞാൽ 1/4 സ്പൂണ് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതൊക്കെ വാടി കിട്ടണം, അതിൻ്റെ ഒരു പച്ച മണമൊക്കെ പോയി കിട്ടണം. ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂണാണ് മല്ലിപ്പൊടി ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഈ മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് ഞാൻ ഒരു 1/2 സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ചെമ്മീൻ, അത് 500 ഗ്രാമാണ്, അതായത് 1/2 കിലോ ചെമ്മീനാണ്. ഇതിലേക്ക് ഞാൻ 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് ഉപ്പ് ഉപയോഗിച്ച് സ്വല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് വറ്റിച്ചെടുത്തതാണ്. ഇതാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറക്കാം. ഇനി ഇതിലേക്ക് സോയ സോസ് ഒഴിക്കാം. 1 ടീസ്പൂണാണ് ഞാൻ ഇതിലേക്ക് സോയ സോസ് ഒഴിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചില്ലി സോസാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. അതും 1 ടീസ്പൂണാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നന്നായിട്ട് ഇളക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്, ഭയങ്കര രുചികരമാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രുചി ഇതിലേക്ക് കിട്ടും. നമുക്ക് സ്വല്പം കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇടാം. ഒരു 1/2 സ്പൂണ് ഇട്ടാൽ മതി, 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെക്കാം. ഇനി നമ്മളത് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. വളരെ രുചികരമാണ്. നമ്മുടെ ചോറിൻ്റെ ഒപ്പം, ചപ്പാത്തിയുടെ ഒപ്പം, അതുപോലെ തന്നെ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും, നമ്മുടെ ബ്രെഡിൻ്റെ ഒപ്പം ആയാലും എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്ന വളരെ രുചികരമായ ചെമ്മീൻ റോസ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.